കാലപ്പഴക്കത്താൽ തകർന്നില്ലാതായ ഒരു വായനശാലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ നാട്ടുകാർ. നിയമ തടസ്സങ്ങൾ മൂലം MP, MLA ഫണ്ടുകൾ പുനർനിർമ്മാണത്തിന് ലഭിക്കാതായതോടെയാണ് ജനകീയ കൂട്ടായ്മ രൂപപ്പെട്ടത്. നാടിൻ്റെ നാനാ കോണുകളിൽ നിന്ന് വായനശാലയ്ക്കുള്ള സഹായം പണമായും പുസ്തകങ്ങളായും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി പറയും അതേക്കുറിച്ച്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു വായനശാലയായിരുന്നു. കാലം വളർന്നതനുസരിച്ച് വായനശാല തളർന്നു. പുസ്തകങ്ങൾ ദ്രവിച്ചു തുടങ്ങി. വായനശാലയുടെ ചുമരുകൾ തകർന്നു തുടങ്ങി. ഒടുവിൽ ആ വായനശാല ഈ അവസ്ഥയിലെത്തി. മണ്ണഞ്ചേരി പനയിൽ ജംഗ്ഷനിലെ അക്ഷര വെളിച്ചമായിരുന്ന യുവതാ വായനശാല നാട്ടിലെ കുറച്ചുപേർ ചേർന്ന് തുടങ്ങിയതാണ്. പത്രങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും മാത്രം ആദ്യ നാളുകളിൽ. പിന്നീട് പുസ്തകങ്ങളും വായനശാലയിൽ ഇടം നേടി. തുടക്കം കുറിച്ചവരൊക്കെ പല വഴി നടന്നു, ജോലിക്കാരായി, നാട്ടിൽ നിന്നകന്നു. ഏറ്റെടുത്ത് നടത്താൻ ആളില്ലാതായതോടെ വായനശാലയ്ക്കും പൂട്ടുവീണു. വളരെ നിർധന കുടുംബത്തിൽ ജനിച്ച് ഒരു വായനശാല കൊണ്ട് മാത്രം സർക്കാർ സർവീസ് കയറിയ ഒരാളാണ്. 5 പത്രം വായിക്കുമായിരുന്നു. അന്ന് എനിക്ക് എൻ്റെ അതേ കാറ്റഗറിപ്പെട്ട 5-6 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അതിൽ ഭൂരിഭാഗം പേരും സർവീസിൽ കയറുകയും ചെയ്തു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് മാറിക്കഴിഞ്ഞിട്ട് പിന്നീട് വന്ന തലമുറ അത് കറക്റ്റായിട്ട് അത് പിന്തുടർന്ന് പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടില്ല, നമുക്ക് സമയവുമില്ല. ഇനി യുവജനങ്ങളിലേക്കും പുതുതലമുറയിലേക്കും ഇറങ്ങിച്ചെന്ന് അതുങ്ങളെ ഇതിനകത്തൊന്ന് സജീവമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അങ്ങനെ കാവുങ്കൽ വളവനാട് റോഡിൽ 20 വർഷം മുമ്പുണ്ടായിരുന്ന വായനശാല വീണ്ടും പിറക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആസിഫ് റഹീമാണ് മുന്നിൽ. പണ്ട് ഈ പനയിൽ പ്രദേശത്ത് 70 കാലഘട്ടങ്ങളിൽ റേഡിയോ തന്നെ ഒരു വലിയ ലക്ഷറി ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു റേഡിയോ ഉണ്ടാക്കി ഈ ഒരു പ്രദേശത്ത് ഒരു ചെറിയ ഷെഡും അടിച്ച് റേഡിയോ കേൾക്കാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ആബാലവൃദ്ധം ജനങ്ങളും കൂടിയിരിക്കുന്ന തരത്തിലൊരു സാംസ്കാരിക കേന്ദ്രമുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് പനയിൽ പ്രദേശം. ഇവിടുത്തെ ഒരു വായനശാല ഈ വിധത്തിൽ നശിച്ചു പോകാൻ പാടില്ല, അതൊരു ജനകീയ കേന്ദ്രമാക്കി മാറ്റണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വായനശാല പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചത്. മണ്ണഞ്ചേരി പഞ്ചായത്തിലെ 1, 2, 21, 22 വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശത്താണ് കെട്ടിടം. ആകെയുള്ളത് 2 സെന്റ് സ്ഥലം മാത്രം. സ്ഥലം കുറവായതിനാൽ MLA, MP ഫണ്ടുകൾ വിനിയോഗിക്കാനാവില്ല. എനിക്കറിയാം, ഇത് വെറും 2 സെന്റ് സ്ഥലം മാത്രമാണിത്. ഇത് പണ്ട് ജനകീയമായി സംഘടിപ്പിച്ചതാണ്. 2 സെന്റ് സ്ഥലം മാത്രമായതിനാൽ നമുക്ക് സർക്കാർ വക ഫണ്ട്, ഇപ്പോൾ MLA ഫണ്ടോ MP ഫണ്ടോ കിട്ടാനൊക്കെ ഒരു സാങ്കേതികമായ ചില തടസ്സങ്ങളുണ്ട്. തട്ടിക്കൂട്ടിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്ക് പോലും ലക്ഷങ്ങൾ ചിലവാക്കുന്ന നാട്ടിൽ ഒരു വായനശാലയ്ക്ക് എന്തു തടസ്സമെന്ന പൊതുജനം ചോദിക്കുന്നു. പരിഭവങ്ങളില്ല, പരാതികളില്ല. അധ്വാനത്തിൻ്റെ ഒരു വിഹിതം നാടിൻ്റെ പൊതു ആവശ്യത്തിനായി സന്തോഷത്തോടെ മാറ്റിവെക്കുന്നു മണ്ണഞ്ചേരിക്കാർ. അപ്പോൾ വയലാർ ശരചന്ദ്രവർമ്മയും റഫീഖ് അഹമ്മദും ഹരിനാരായണനും അടക്കമുള്ള കവികൾ ഈ ഒരു ഉദ്യമത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് പുസ്തകങ്ങൾ തരാമെന്ന് നേരിട്ടുണ്ട്. ഉണ്ണിയാറടക്കമുള്ള എഴുത്തുകാർ പുസ്തകം തരാമെന്ന് നേരിട്ടുണ്ട്. ആലങ്കോട് ലാകൃഷ്ണൻ, യുവകലാസാഗർ സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലാകൃഷ്ണനും കുറച്ച് പുസ്തകങ്ങൾ നിന്ന് ഈ ഗ്രന്ഥശാലയെ സഹായിക്കാമെന്ന് നേരിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും അടക്കമുള്ളവരുടെ ഒരു പിന്തുണ, വലിയ പിന്തുണ ഈ ഉദ്യമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് ഇങ്ങനെ നശിപ്പിച്ചാണ് ഇവിടെ കഞ്ചാവടിയും വെള്ളവും മയക്കുമരുന്നിൻ്റെ പരിപാടിയെല്ലാം ഇല്ല, ഈ ഉള്ളിൽ നടക്കുന്നുണ്ട്. മനസ്സിലാണ്. അതുകൊണ്ട് ഇത്തരം വെക്ക ഇത് നമുക്കൊരു പുതിയ ബിൽഡിങ് വന്നുള്ള നാട്ടുകാരാണുള്ളത്. ഇപ്പം നാട്ടിലൊരു വായനശാല ഇല്ലാത്തതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല, കൂട്ടുകാരായിട്ട് വായിക്കാനൊന്നും പറ്റുന്നില്ല. വന്നു കഴിഞ്ഞാൽ വായിക്കാനും കൂട്ടുകാരായിട്ട് വായിക്കാനൊക്കെ പറ്റും. ജനകീയ പരിശ്രമത്തിൽ ആ വായനശാല പഴയ പ്രതാപത്തിലേക്ക് കടന്നു വരുമെന്നാണ് നാടിൻ്റെ പ്രതീക്ഷ. ഒരു നാടൊന്നടങ്കം അതിനുവേണ്ടി കഷ്ടപ്പെടുകയാണ്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.